യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മഹത്തായ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് സമസ്തയുടെ അധ്യക്ഷൻ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ശതാബ്ദി സന്ദേശയാത്രയാണ് ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരാനിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ നേതൃത്വം നൽകുന്ന ഒരു സന്ദേശയാത്ര കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് ഓരോ ജില്ലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക ആഘോഷം പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും സയ്യിദുൽ ഉലമയുടെ ശതാബ്ദി സന്ദേശയാത്ര പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും അതിന് തുടക്കം കുറിച്ചപ്പോഴൊക്കെ ഈ വാർഷികാഘോഷത്തെക്കുറിച്ചും ഈ യാത്രയെക്കുറിച്ചും ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയ ജ്യോത്സ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മുൻകൂട്ടി ഈ ജാഥയെക്കുറിച്ചും ജാഥയുടെ പരിസമാപ്തിയെക്കുറിച്ചും അതിൻ്റെ സ്വീകരണ സമ്മേളനങ്ങളെക്കുറിച്ചുമൊക്കെ. പക്ഷേ അത്തരം കുപ്രചാരണങ്ങളെയെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും അതിലപ്പുറം വ്യത്യസ്തമായ പ്രചാരണ രീതികൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ടും നമ്മുടെ 100-ാം വാർഷിക ആഘോഷത്തെക്കുറിച്ചൊക്കെ പലരും നടത്തിയിരുന്നു. പക്ഷേ ഓരോ ജില്ലയിലെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും മഹാനായ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ ആദരണീയരായ പണ്ഡിത നേതൃത്വം, ആ സംഘം, യാത്രാ സംഘം കടന്നു വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്വീകരിക്കുന്ന, സ്നേഹിക്കുന്ന അതിൻ്റെ സംഘടനാ പ്രവർത്തകർ മാത്രമല്ല, മതജാതി വ്യത്യാസങ്ങൾക്കതീതമായി രാഷ്ട്രീയ ഭേദമന്യേ സമസ്തക്കെതിരായി ആര് എന്ത് പ്രചാരണങ്ങൾ നടത്തിയാലും അത് കേരളത്തിലെ പൊതുസമൂഹം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട ബഷീർ ദാരിമിയോട് സൂചിപ്പിക്കുകയായിരുന്നു, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. സയ്യിദുൽ ഉലമയുടെ യാത്ര ഇങ്ങോട്ടെത്തുമ്പോഴേക്ക് ഏകദേശം ഇത്രയും ആളുകൾ ഇനിയും ഈ നഗരിയിലേക്ക് എത്താനിരിക്കുകയാണ്. അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ അപ്പോൾ മാത്രമാണ് എല്ലാ ആളുകൾക്കും നമ്മുടെ ഈ സമ്മേളനം കേൾക്കാനും വീക്ഷിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അത്രയും വലിയ ജനകീയമായ അംഗീകാരമാണ് നമ്മുടെ യാത്രക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമൂഹത്തിൽ ഇത്രയും വലിയ വിശ്വാസ്യതയും അംഗീകാരവും ഉണ്ടായത്? പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട
ഒരു വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തിലും ഒരു തീരുമാനം പറയുമ്പോഴേക്ക്, ഒരു പ്രഖ്യാപനമോ ആഹ്വാനമോ നടത്തുമ്പോഴേക്ക് വളരെ ആവേശത്തോടുകൂടി അത് ഏറ്റെടുക്കാനും അച്ചടക്കത്തോടുകൂടി അതനുസരിക്കാനും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം സന്നദ്ധമാകുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഈ 100-ാം വാർഷികാഘോഷ കാലയളവിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ, ഇവിടുത്തെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ, ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് മുമ്പിൽ, ഇവിടത്തെ സാമൂഹികമായ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന സാമൂഹിക നിരീക്ഷകർക്ക് മുമ്പിൽ, മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ, ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെ നിരന്തരമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്ര അന്വേഷകർക്ക് മുമ്പിൽ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, സമസ്ത കേരള ജമിയത്തുലമയുടെ 100 വർഷത്തെ ചരിത്രം ഒരു തുറന്ന പുസ്തകമാണ്. ആ ചരിത്രത്തിൻ്റെ ഒരേടുകൾ പോലും എവിടെയും മറച്ചു വെക്കേണ്ട ഗതികേട് ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. അത്രയും സുതാര്യമായി, സത്യസന്ധമായി ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ കാലത്ത് എന്തായിരുന്നു ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം, എന്തായിരുന്നു ഇതിന്റെ പ്രഖ്യാപിതമായ ആദർശം, ആ ആദർശത്തെ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ 100-ാം വാർഷികത്തിലേക്കും ഈ പ്രസ്ഥാനം കടന്നു വരുന്നത്. എന്താണ് ഇതിന് കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ ദീൻ കടന്നു വന്ന ഈ നാട്, മഹാനായ മാലിക് ദീനാർ റഹ്മഹുള്ളയുടെ ചാരത്തുനിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. തുടർന്നു വന്നിട്ടുള്ള ഒരുപാട് പാരമ്പര്യ പണ്ഡിതന്മാർ, പാരമ്പര്യത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച പണ്ഡിതന്മാർ, അവരെല്ലാം പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിച്ചതും പ്രബോധനം ചെയ്തതും ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന ഒരു ആരോപണം എതിരാളികൾ പോലും സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. ആ പണ്ഡിതന്മാർ അത്രയും സൂക്ഷ്മതയോടുകൂടി, സത്യസന്ധമായി, സുതാര്യമായി അതത് കാലത്ത് എങ്ങനെയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കേണ്ടത്, പരിശീലിപ്പിക്കേണ്ടത്, തർബിയത്ത് നൽകേണ്ടത്, അതേ വഴി സ്വീകരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. കാസർഗോഡ് വെച്ചുകൊണ്ട് സമസ്തയുടെ ഈ സ്വീകരണ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ തലമുറയുടെ കാലത്ത് തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ ഉപാധ്യക്ഷനായിരുന്ന, പുതിയ കാലത്തെ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അതിൻ്റെ പരിശുദ്ധിക്ക് ഒരർത്ഥത്തിലുള്ള ചോർച്ചയും സംഭവിക്കാതെ എത്രയും മനോഹരമായി എങ്ങനെയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ വിദ്യാഭ്യാസം നൽകേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ബുദ്ധിപരമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയ മഹാനായ പ്രതിഭാശാലിയായ പണ്ഡിതനായിരുന്നു മർഹൂം ശംബരിക്ക CM ഉസ്താദ്. അള്ളാഹു പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതേപോലെ പ്രതിഭാതനായിരുന്ന മറ്റൊരു പണ്ഡിതനായിരുന്നു കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ. സമസ്ത കേരള ജമിയത്തുലമയുടെ സെക്രട്ടറി ആയിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മഹാനായ MA കാസിം മുസ്ലിയാർ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, ഉമറാക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തു. അവരെല്ലാം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകണം. അത് നമ്മുടെ മഹല്ല് ജമാഅത്തുകൾ സ്വീകരിച്ചു, മദ്രസ ഭാരവാഹികൾ സ്വീകരിച്ചു, മുസ്ലിം കുടുംബങ്ങൾ കൂട്ടം കൂട്ടമായി അത് ഏറ്റെടുക്കാൻ സന്നദ്ധമായി. അതുകൊണ്ട് തന്നെ മതപരമായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തർക്കമോ വിവാദമോ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നാൽ ഇക്കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുലമ എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് കാതോർക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം.
ലോകത്ത് ഇസ്ലാമോഫോബിയ, മുസ്ലിം ഭീതി, ഇസ്ലാം ഭീതി പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ വിദ്വേഷ പ്രചരണം നടക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുക, മുസ്ലിങ്ങൾ അപകടകാരികളായിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുക, അതിനുവേണ്ടി വ്യാപകമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ സ്വാഭാവികമായും ഇസ്ലാമിന് ഏറ്റവും പരിശുദ്ധിയോടുകൂടി അതിനെ കൃത്യമായ രീതിയിൽ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം സ്വാഭാവികമായും പണ്ഡിത നേതൃത്വത്തിനുണ്ട്. ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചതിന്റെ ഗുണഫലമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മതപരമായ കാര്യം വരുന്ന സമയത്ത് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പുതിയ പുതിയ ചർച്ചകളും വിഷയങ്ങളും കടന്നു വരുന്ന കാലമാണ്. മുസ്ലിം സമുദായം ഒരു പ്രതിസന്ധിയുടെ കാലത്താണ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് പോലും ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ബുൾഡോസർ രാജ് പോലെയുള്ള യുപിയിലും മറ്റുമൊക്കെ കേട്ടിരുന്ന പല കാര്യങ്ങളും അടുത്തടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പാസാക്കപ്പെട്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കോടിക്കണക്കിന് ആസ്തി വരുന്ന വഖഫ് സ്വത്തുക്കൾ കയ്യേറാൻ കഴിയുന്ന രീതിയിലുള്ള നിയമങ്ങൾ പാസാക്കപ്പെട്ടൊരു കാലമാണ്. മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം പൗരത്വം നിഷേധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പൗരത്വ ഭേദ നിയമം പാസാക്കപ്പെട്ടൊരു കാലമാണ്. ഈ രാജ്യത്തെ ഏകസഭയിൽ കൂടെ നടപ്പാക്കണമെന്ന മുറവിളി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇപ്പോഴും ആ അജണ്ടയുമായി ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി പലരെയും അതിൽ നിന്ന് വെട്ടിമാറ്റുന്നുവെന്ന ഗൗരവതരമായ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നമ്മുടെ സമുദായം നേരിടുന്ന പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിപരമായി വിവേകത്തോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളെല്ലാം പ്രധാനമാണ് അവന്റെ വിശ്വാസ സംരക്ഷണം. അവന്റെ വിശ്വാസ സംരക്ഷണം പരമപ്രധാനമാണ്. വിശ്വാസപരമായി സാംസ്കാരികമായി ഒരു സമൂഹത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേരിൽ കൂടുതൽ കൂടുതൽ നിയമനിർമ്മാണങ്ങളും പരിഷ്കരണങ്ങളും നടത്തേണ്ടി വരില്ല. വളരെ പെട്ടെന്ന് ആ സമൂഹത്തിന് അപജയമുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി വ്യത്യസ്തമായ ഭൗതിക നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആ സമുദായത്തെ കുരുക്കിലാക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ മറികടക്കാൻ ശേഷിയുള്ള ഒരു വലിയ അതിജീവന പാതയാണ് വിശ്വാസം. ഇത് നേരത്തെ ശത്രുക്കൾ തിരിച്ചറിഞ്ഞു. വളരെ കാലം മുമ്പേ ശത്രുക്കൾ തിരിച്ചറിഞ്ഞു. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ, അവരെ സാംസ്കാരികമായി തകർക്കാൻ ഏറ്റവും നല്ല വഴി അവരെ ആത്മീയമായി ഷണ്ഡീകരിക്കലാണ്. അവരാത്മീയമായി ഷണ്ഡീകരിച്ചാൽ വളരെ പെട്ടെന്ന് ആ സമുദായത്തെ തകർക്കാൻ സാധിക്കും. ആത്മീയമായി ഷണ്ഡീകരിക്കണമെങ്കിൽ എന്തു വേണം? ആ സമുദായത്തിൽ ആത്മീയമായ ചൈതന്യമുണ്ടാകാൻ കാരണമാകുന്ന ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, സുഹൃതങ്ങളെ ആ സമുദായത്തിൽ നടത്തി മാറ്റണം. പൂർവസൂരികളായ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമുദായത്തെ പഠിപ്പിച്ചു. നിങ്ങൾ നിർബന്ധമായ ആരാധനാമുറകൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ പോരാ. ആരാധനാമുറകളെല്ലാം വളരെ കൃത്യമായി സമയനിഷ്ഠയോടുകൂടി തഖ്വയോടുകൂടി നിർവഹിക്കുന്നതോടൊപ്പം ആരാധനാ നിയമങ്ങളോടൊപ്പം, ആരാധനാമുറകളോടൊപ്പം ഐച്ഛികമായി ആചാരാനുഷ്ഠാന ക്രമങ്ങൾ കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആത്മീയമായ ചൈതന്യത്തിലൂടെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. നമ്മുടെ പൂർവസൂരികളായ പാരമ്പര്യ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഹദ്ദാദ് റാത്തീബുകളും മാലമൗലീദുകളും അതുപോലെ ഒരുപാട് നല്ല നല്ല മജ്ലിസുകൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു സമുദായം അവർ വിശ്വാസപരമായി കരുത്ത് നിലനിർത്തുന്നതോടൊപ്പം ആ കരുത്തിനെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നതാണ് ഇതുപോലുള്ള ആത്മീയമായ ചൈതന്യത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഈ സമുദായത്തെ തകർക്കാനുള്ള എളുപ്പ വഴിയായി ശത്രുക്കൾ തിരിച്ചറിഞ്ഞു.
ഈ ആത്മീയമായ ചൈതന്യത്തെ ഇല്ലായ്മ ചെയ്ത് ഒരു വരണ്ട മുസ്ലിമിനെ സൃഷ്ടിച്ചാൽ മാത്രമേ ഇവിടെ സ്വാഭാവികമായും ഈ സമുദായത്തെ സാംസ്കാരികമായി വിശ്വാസപരമായി തകർക്കാൻ കഴിയൂ. ഇതിനുവേണ്ടി മുസ്ലിം സമൂഹത്തിനകത്ത് നിന്നല്ല, മുസ്ലിം സമുദായത്തിന്റെ അകത്ത് നിന്നിട്ടല്ല, മുസ്ലിം സമുദായത്തിന്റെ പുറത്തു നിന്ന് ചില അജണ്ടകൾ തയ്യാറാക്കപ്പെട്ടു. ആ അജണ്ടകളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ സമുദായത്തെ ആത്മീയമായി ചൈതന്യവത്താക്കാൻ കാരണമാകുന്ന ആചാരാനുഷ്ഠാന ക്രമങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ അടർത്തിയെടുക്കുക. അതിന്റെ ഭാഗമായി പുറത്തുള്ള ആളുകൾ നിർമ്മിക്കപ്പെട്ട അജണ്ടകൾ നമ്മുടെ സമുദായത്തിനകത്ത് നടപ്പാക്കാൻ തുടങ്ങി. പരിശുദ്ധമായ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട്, ദീനിന്റെ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന, അനുഷ്ഠിച്ചു വരുന്ന ഒരുപാട് നന്മകളെയും സുഹൃതങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ശിർക്കാണ്. ഇതൊരു മോശപ്പെട്ട ആചാരം എന്നല്ല പറഞ്ഞത്, ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നല്ല പറഞ്ഞത്, ഇത് ഒഴിവാക്കുന്നതാണ് ഗുണകരം എന്നല്ല പറഞ്ഞത്. നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ആചരിച്ചനുഷ്ഠിച്ചു വരുന്ന പ്രാമാണികമായ പണ്ഡിതന്മാർ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അവരുടെ തെർബിയത്തിലായി വളർന്നു വരുന്ന സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ശിർക്കാണ്, ഇത് ചെയ്യുന്നവൻ ബഹുദൈവവിശ്വാസിയാണ്. എത്ര ഗുരുതരമായ ആരോപണമാണ്! മുസ്ലിം സമുദായത്തിനകത്ത് അത്തരത്തിലുള്ള ചില ആശയങ്ങൾ ഉയർന്നു വന്നു. ആശയങ്ങൾ ഇവിടെ കൂടുതൽ ആളുകൾക്കിടയിൽ സ്വീകാര്യം നേടാൻ വേണ്ടി അവർ പറഞ്ഞു, മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കണം. മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കണം. മതത്തിന്റെ പ്രമാണങ്ങളെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്ന ഒരു പുതിയ കീഴ്വഴക്കം ഇവിടെ ബിദഅി പ്രസ്ഥാനങ്ങൾ തുടക്കം കുറിച്ചു. ആ ബിദഅി പ്രസ്ഥാനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വന്നെന്നു മാത്രമല്ല, ആ സമുദായത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയോ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞു, ഇത് പിഴച്ച പ്രസ്ഥാനമാണ്, പിഴച്ചൊരു സംസ്കാരമാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഇത് വിശ്വാസി സമൂഹത്തെ ദുർബലപ്പെടുത്തും, അവരെ ഈമാൻ നഷ്ടപ്പെടും, അവർക്ക് രിദ്ദത്ത് വരെ സംഭവിക്കാവുന്ന അപകടകരമായ ആശയമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബിദഅി പ്രസ്ഥാനങ്ങൾക്കെതിരെ സമുദായം ജാഗ്രത പാലിക്കണം. അന്ന് പല ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അന്ന് ഈ മുസ്ലിയാക്കന്മാർ പുരോഗമനത്തിനെതിരാണെന്ന് പറഞ്ഞു, അന്ന് ഈ മുസ്ലിയാക്കന്മാർ പരിഷ്കാരത്തിനെതിരാണെന്ന് പറഞ്ഞു. ഈ സമുദായത്തിൽ അന്ധവിശ്വാസവും അനാചാരവും ജീർണതയുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വിഭാടനം ചെയ്യാൻ വന്ന മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണവാദികളാണിവർ എന്നവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ട് മഹാരഥന്മാരായ പാരമ്പര്യത്തിന്റെ പണ്ഡിതന്മാരെ ചൂണ്ടിയിട്ട് പഴഞ്ചന്മാരാണെന്ന് ആക്ഷേപിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ആദരണീയനായ UM ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. പക്ഷേ രോഗശയ്യയിലാണെങ്കിലും ഈ സമ്മേളനത്തിൽ വരാനും നമ്മുടെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനും വേണ്ടി അദ്ദേഹം ആവേശപൂർവ്വം എത്തിയിരിക്കുകയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബിദഅി പ്രസ്ഥാനക്കാർ അത്തരത്തിലുള്ള പ്രചാരണങ്ങളുമായി കടന്നു വന്നു. സമസ്ത പറഞ്ഞു, ഇത് അപകടകരമാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളുമായിട്ട് സമുദായം അകന്നു നിൽക്കണം. അവരെ കാഫിറാക്കാനൊന്നും സമസ്ത പോയിട്ടില്ല. അവർ മതത്തിൽ നിന്ന് പുറത്താണെന്നൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പിഴച്ചവരാണ്. അവർ പിൻപറ്റുന്നത് അപകടകരമായ ആശയമാണ്. അവർ പരിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നത് വികലമായ രീതിയിലാണ്. അതുകൊണ്ട് ആ വികല വീക്ഷണങ്ങൾ തിരുത്തിയിട്ട് ദീനിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു വരണം. ഇപ്പോൾ നിലവിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപകടകരമായ ആശയമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ പലർക്കും അന്ന് താല്പര്യമുണ്ടായില്ല. അതിനെ പരിഷ്കാരത്തിന്റെയും നവോത്ഥാനത്തിന്റെയും മേൽവിലാസത്തിൽ അവതരിപ്പിക്കാൻ പലരും ഉണ്ടായി. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത്?
പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തിലും ഉൾപ്പെടുന്ന പാരമ്പര്യ പണ്ഡിതന്മാർ, ലോകത്ത് അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ ഈ ബിദഈ പ്രസ്ഥാനക്കാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഏത് രീതിയിലായിരുന്നുവോ അതിനേക്കാൾ ഭീകരമാണ് ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ തനി സ്വരൂപമെന്ന് പിൽക്കാലത്ത് അവരിലൂടെ തന്നെ പുറത്തു വരുന്ന വളരെ കൗതുകരമായ കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 3 ഉദാഹരണം മിനിറ്റുകൾക്കകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കെതിരെ ബഹുദൈവ വിശ്വാസം ആരോപിക്കുന്നു, ശിർക്ക് ആരോപിക്കുന്നു. ഒരു വിശ്വാസി സമൂഹത്തിനെതിരെ അവർ ബഹുദൈവ വിശ്വാസം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ അതൊരിക്കലും സതുദ്ദേശപരമായ ഒരു നീക്കമല്ല. അത് അന്ന് മാത്രമല്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, സ്റ്റേജിലുള്ള സമസ്തയുടെ മുശാവറംഗങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനയുടെ നേതാക്കൾ, നടക്കാൻ പറ്റുന്നവരൊക്കെ 1/2 കിലോമീറ്റർ അപ്പുറമായ തെരുവത്തേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു. സയ്യിദുലമയെ സ്വീകരിക്കാൻ സദസ്സിലുള്ള ആരും എണീക്കേണ്ടതില്ല. സ്റ്റേജിലുള്ള നേതാക്കളാണ് അങ്ങോട്ടേക്ക് പോകണമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ സ്വന്തം സമുദായത്തിനകത്ത് കുഫ്ർ ആരോപിക്കുന്ന, അവർ മതത്തിന് പുറത്താണെന്ന് ആരോപിക്കുന്ന അപകടകരമായ കീഴ്വഴക്കം കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് വലിയ മുസ്ലിം ഐക്യത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആളുകളാണ് ഇന്നും തുടരുകയാണ്. ഏതെങ്കിലും ഒരു കാലത്തിൽ പ്രസ്താവന ഇറക്കിയതല്ല, ഇന്നും തുടരുകയാണ്. ഈ ഡിസംബർ മാസം പുറത്തിറങ്ങിയ ഷബാബ് എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ തലമുതിർന്ന നേതാവായിട്ടുള്ള CP ഉമർ സുല്ലമി എഴുതി വെച്ചിരിക്കുന്നു, സമസ്തക്കാർ ഇവിടെ പ്രചരിപ്പിക്കുന്നത് കുഫിയത്താണ് ഈ ഡിസംബർ മാസത്തിൽ. അപ്പൊ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെതിരെ ശിർക്കും കുഫറും എതിരെയുള്ള ആരോപണം ഇന്നും ഈ ബിദഈ പ്രസ്ഥാനക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർ ഈ വിശ്വാസി സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്തൊരു കാര്യം, ഈ ബിദഈ പ്രസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരമ്പര്യ പണ്ഡിതന്മാർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അവരിവിടെ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയമല്ല, ഇസ്ലാമിന്റെ ശത്രുക്കൾ തയ്യാറാക്കപ്പെട്ട അജണ്ടകളാണ് ഇവിടെ നടപ്പാക്കാൻ മുന്നോട്ട് വരുന്നത്. കാരണം പാരമ്പര്യ ഇസ്ലാമിനെ തകർക്കാനും നശിപ്പിക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത് ആരും ഉൾക്കൊള്ളാൻ സന്നദ്ധമായില്ല പലരും. അവരൊക്കെ വലിയ നവോത്ഥാന പ്രസ്ഥാനക്കാരാണ്, വലിയ പരിഷ്കരണവാദികളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. 2002 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു. ആ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ മുജാഹിദ് വിഭാഗത്തിലെ തലമുതിർന്ന പണ്ഡിതനും എഴുത്തുകാരനുമായിട്ടുള്ള MI മുഹമ്മദ് സുല്ലമി മുജാഹിദ് പ്രസ്ഥാനവും കേരളത്തിൽ ഇസ്ലാഹി ഗൾഫ് സലഫിസവും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഇക്കാലം അത്രയും ഈ ബിദഈ പ്രസ്ഥാനക്കാർ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നവോത്ഥാനമുണ്ടാക്കാൻ, പരിഷ്കാരമുണ്ടാക്കാൻ, പുരോഗമനവാദം പ്രചരിപ്പിക്കാൻ, മുസ്ലിം സമുദായത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ പടപൊരുതാൻ വേണ്ടി അവരവതരിപ്പിച്ചിരുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും സാഹിത്യങ്ങളാണ്. അതിവിടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത് ലഘുലേഖയാക്കിയിട്ടും പുസ്തകമാക്കിയിട്ടും പ്രസംഗമാക്കിയിട്ടും പല രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ട് അവരാണ് ശുദ്ധമായ തൗഹീദിനെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കുന്നവർ. അതുകൊണ്ട് അവരുടെ ആശയങ്ങളെ പിൻപറ്റണമെന്ന് ഇവിടെ പ്രചരിപ്പിച്ചു. പതിറ്റാണ്ടുകളോളം പ്രചരിപ്പിച്ചു. ആ പതിറ്റാണ്ടുകളോളം മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന നായകന്മാരായി പ്രചരിപ്പിക്കപ്പെട്ട ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ചും റഷീദ് റിളയെ കുറിച്ചും മുഹമ്മദ് അബ്ദുവിനെ കുറിച്ചും മുജാഹിദ് പണ്ഡിതനായ ഈ പറയപ്പെട്ട MI മുഹമ്മദ് സുല്ലമി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായപ്പോ പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് അച്ചടിച്ച് എഴുതി വെച്ചു, ഈ 3 പേരും മുസ്ലിം സമുദായത്തിലെ പാശ്ചാത്യൻ ചാരന്മാരായിരുന്നു, മുസ്ലിം സമുദായത്തിൽ മതയുക്തിവാദം കൊണ്ടുവരുന്നവരായിരുന്നു, മുസ്ലിം സമുദായത്തിൽ ഏറ്റവും വലിയ ഹദീസ് നിഷേധികളായിരുന്നുവെന്ന്
മുജാഹിദ് പണ്ഡിതൻ എഴുതി വെക്കുകയാണ്. സമസ്ത ആരോപിച്ചതല്ല, ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ പറഞ്ഞതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ആചരിച്ചനുഷ്ഠിച്ചു വരുന്ന ആശയങ്ങളെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ബഹുദൈവ വിശ്വാസികളാണെന്ന് ആരോപിക്കാൻ വേണ്ടി മാനദണ്ഡമായിട്ട് ഉയർത്തിക്കാട്ടിയിരുന്ന, നവോത്ഥാന നായകന്മാരെ ഉയർത്തിക്കാട്ടിയിരുന്ന അതേ ജമാലുദ്ദീൻ അഫ്ഗാനിയെയും റഷീദ് റിളയെയും മുഹമ്മദ് അബ്ദുവിനെയും ഇതേ മുജാഹിദ് നേതാക്കൾ തന്നെ ഇന്ന് പറയുന്നു അവർ ഈ സമുദായത്തെ തകർക്കാൻ വന്ന പാശ്ചാത്യൻ ചാരന്മാരാണ്. ഈ സമുദായത്തിൽ ഹദീസ് നിഷേധത്തിലൂടെ ഈ സമുദായത്തിന്റെ പ്രമാണങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ഈ സമുദായത്തിലേക്ക് മതയുക്തിവാദം കടത്തിവിട്ട് ഒരുതരം ലിബറലിസം കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളാണ്. നമ്മളാരും പറഞ്ഞതല്ല, നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞതല്ല. മൂന്നാമത്തൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഈ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ ഉൾപ്പെടെയുള്ള മുജാഹിദ് പ്ലാറ്റ്ഫോമിൽ പറ്റപ്പെട്ട പല ആളുകളും ദമ്മാജിലേക്കും സിറിയയിലേയും ഒക്കെ ഹിജറ പോയി. ഒരു കൂട്ടർ വാദിച്ചു, ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തോടുകൂടി ജീവിച്ചു മരിക്കണമെങ്കിൽ അവർക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഉള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ മാത്രമുള്ള യഥാർത്ഥ തൗഹീദ് അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളുടെ നാട്ടിലേക്ക് പോകണം, അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം എന്ന് പറഞ്ഞു. നമ്മുടെ പടന്നയിൽ നടക്കം ആളുകൾ കുടുംബസമേതം ഹിജറ പോയി. ഇവിടെ നടക്കം ആളുകൾ ഹിജറ പോയി. വേറെ കൂട്ടർ പറഞ്ഞു, ലോകത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം, ഇസ്ലാമിക് സ്റ്റേറ്റ്, ISIS എന്ന് പറയുന്ന അബൂബക്കർ ബഗ്ദാദിയുടെ സംഘടന ഉണ്ടായി. ആ ഇസ്ലാമിക് സ്റ്റേറ്റ്, അതിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ പല രാജ്യങ്ങളിലും വലിയ തോതിലുള്ള അക്രമങ്ങളും സ്ഫോടനങ്ങളും നടക്കുന്നു. നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നു. ബോംബാക്രമണത്തിലൂടെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലോകത്തുള്ള സാമൂഹ്യ നിരീക്ഷകന്മാർ, വിവിധ രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ നിരീക്ഷകന്മാർ, ചരിത്ര പണ്ഡിതന്മാർ, ലോകത്തിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സംഘത്തിന്റെ പിന്നിൽ എന്താണ്? ഇവരുടെ പദ്ധതി എന്താണ്? ആരാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്? സമസ്ത പഠിക്കാൻ അന്വേഷണ സമിതിയെ വെച്ചതല്ല. ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള വ്യത്യസ്തമായ ഏജൻസികൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, പഠിച്ചു. ആ പഠനങ്ങളുടെ എല്ലാം ആകത്തുക അവർ പറഞ്ഞു, ലോകത്ത് പ്രചരിക്കപ്പെടുന്ന ISI എന്ന് പറയുന്ന ഈ ഭീകര സംഘത്തിന് ആശയപരമായ പ്രചോദനം നൽകിയത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബിസമാണ്. സമസ്ത പറഞ്ഞതല്ല. ഈ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോ ലോകത്തെ 160-ലും അധികം വരുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പരസ്യമായി വിളിച്ചു പറഞ്ഞു, ISIS ഇസ്ലാമല്ല, മുസ്ലിങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ISISനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് ഇസ്ലാമും മുസ്ലിങ്ങളുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പരസ്യമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി, ഈ സമുദായത്തിന്റെ പ്രമാണങ്ങളെ നിഷേധിക്കാൻ വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാമാണികമായ ഹദീസുകളെ ദുർബലപ്പെടുത്താനും വേണ്ടി, പാശ്ചാത്യന്റെ അജണ്ടകൾ നടപ്പിലാക്കാനും വേണ്ടി രംഗത്ത് വന്ന്, ഈ സമുദായത്തെ ആത്മീയമായി തകർക്കാനും വേണ്ടി രംഗത്ത് വന്ന്, അവർക്കിടയിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചനുഷ്ഠിച്ചു വരുന്ന സുഹൃതങ്ങളെയും പാരമ്പര്യത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിന് അന്ധവിശ്വാസവും ജീർണതയും അനാചാരവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്ന ആളുകൾ ശിർക്ക് ചെയ്യുന്നവരാണ്, ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ ബിദഈ പ്രസ്ഥാനങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 വർഷക്കാലം നിർവഹിച്ചത്. ആ പ്രതിരോധം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. മറുഭാഗത്ത് ബിദഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു പ്രാധാന്യവും പ്രസക്തിയും ആധികാരികതയും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ച് ഇന്ന് 8 ഗ്രൂപ്പുകളായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ 8 ഗ്രൂപ്പുകൾ അവർ മാറി നിൽക്കാൻ കാരണം, 8 ഗ്രൂപ്പുകളായിട്ട് പരസ്പരം അടികൂടാൻ കാരണം സ്ഥാനമാനത്തിന്റെ തർക്കമല്ല,
ഭാരവാഹിത്വത്തിന്റെ തർക്കമല്ല, മീറ്റിങ്ങുകളിലേക്ക് വിളിക്കാത്തതിന്റെ പ്രതിഷേധമല്ല, നേരെ മറിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഓരോ 8 ഗ്രൂപ്പുകളും 5 വർഷം കൂടുമ്പോ തൗഹീദിന്റെ നിർവചനം പുതുക്കി നിശ്ചയിക്കേണ്ട ആശയപാപ്പൃത്തത്തിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തി. അവർക്ക് മുസ്ലിം സമുദായത്തിന് വിശ്വാസപരമായി, കർമ്മപരമായി നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ധാർമ്മികമായി പറയാൻ യാതൊരു അവകാശവുമില്ല. അബുലാല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത്. ആ മൗദൂദിയെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ അമീർ പറയുന്നു, സംഗതി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുലാല മൗദൂദിയൊക്കെ തന്നെയാണ്, പക്ഷേ മൗദൂദിയുടെ എല്ലാ ആശയങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നു എന്ന് പറഞ്ഞാൽ ആ മൗദൂദിയുടെ ആശയം പരസ്യമായി പറയാനും അദ്ദേഹമാണ് ഞങ്ങളുടെ സ്ഥാപകനെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ആശയപാപ്പരത്വത്തിലേക്ക് ഈ പ്രസ്ഥാനം എത്തിയിരിക്കുന്നു. ഇങ്ങനെ ബിദഈ പ്രസ്ഥാനക്കാരും ഇതുപോലുള്ള മതയുക്തിവാദികളും നവോത്ഥാനത്തിന്റെ കപട മുഖവുമായി വന്ന ആളുകളെല്ലാം ആശയപരമായ പാപ്പരത്വത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് അഹ്ലുസുന്നയുടെ വിശുദ്ധമായ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ 100 വർഷക്കാലത്തിനിടയിൽ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മുമ്പിൽ പറഞ്ഞ ഒരു പ്രഖ്യാപനം, ഒരു ഫത്വ, ഒരു പ്രസ്താവന, ഒരു ആഹ്വാനം ഈ നിമിഷം വരെ മാറ്റിപ്പറയേണ്ടി വന്നിട്ടില്ലാത്ത ഒരേ ഒരു സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് അഭിമാനത്തോടുകൂടി അവകാശപ്പെട്ടുകൊണ്ടാണ് 100ാം വാർഷികത്തിലേക്ക് ഈ പ്രസ്ഥാനം എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ യാത്രയുടെ നായകൻ സയ്യിദുൽ ഉലമ ഈ വേദിയിൽ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സമുദായത്തോടുള്ള ആഹ്വാനങ്ങൾ അത് അക്ഷരം പ്രതി അനുസരിച്ച് സ്വീകരിച്ചു പോന്നവരെല്ലാം സ്വാഭാവികമായിട്ടും അംഗീകരിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു, സമുദായത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് മാറി. ഏതെങ്കിലും അർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളുടെയും ആഹ്വാനങ്ങളെയും അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർ സ്വയം ഒറ്റപ്പെട്ടു പോകുന്നു എന്നല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഓരോ ജില്ലകളിലെയും ഈ മഹാസ്വീകരണ സമ്മേളനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്വീകരണ സമ്മേളനത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ ആവേശപൂർവ്വം എത്തിയിട്ടുള്ള എന്റെ ബഹുമാന്യരായ നേതാക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.